ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാണെന്ന് SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് പ്രശാന്തിനെ പ്രതി ചേർത്ത വിവരം അറിയിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗം A അജികുമാറും പ്രതിയാകും. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ പ്രതികൾ ചെയ്തിട്ടുണ്ടെന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2025 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ PS പ്രശാന്തിനെ കൂടി പ്രതി ചേർക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CN പ്രകാശും ഡാനി പോളുമാണ് ചേരുന്നത് നമുക്കൊപ്പം. ആദ്യം CN പ്രകാശിലേക്ക്. പ്രകാശ്, 2025 എങ്ങനെയാണോ ഈ സ്വർണ്ണക്കൊള്ളയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് കാര്യങ്ങൾ നീണ്ടത്, സംശയങ്ങൾ ഉയർന്നത്, ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ PS പ്രശാന്ത് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. വലിയ നിർണായക നീക്കം SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്? ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഇന്നും പരിഗണനയ്ക്ക് വന്നത്. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, KV ജയകുമാർ ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ ശശിധരൻ IPS ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് രാവിലെ സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഇടക്കാല ഉത്തരവിലാണ് ഈ പരാമർശങ്ങൾ ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്പോൺസർ പങ്കജ് ഭണ്ഡാരി, ഒപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗം അഡ്വക്കേറ്റ് A അജിത് കുമാർ, ശ്രീ കണ്ഠരര് രാജീവര് തന്ത്രിയാണ് അദ്ദേഹം, ഒപ്പം രഞ്ജിലാൽ, തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ. ഈ 7 പേരുടെ പേരാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവരുടെ റോളുകൾ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ റോളുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ ഭാഗമായി സമർപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 7 പേർ സംശയ നിഴലിലാണ് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. മെമ്പറായിട്ടുള്ള സുന്ദരേശൻ, ദേവസ്വം സെക്രട്ടറി ബിന്ദു, മഹേഷ് മോഹനര്, സുനില, OS ബിജു എന്നിവരുടെ പേര് കൂടി ഇതിൽ പരാമർശിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർക്ക് രേണുക പറഞ്ഞ പോലെ തന്നെ ക്രിമിനൽ ഗൂഢാലോചന, ഒപ്പം തന്നെ വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ 316(2), 316(5), 336(2), 61(2), 35 BNS പ്രകാരമുള്ള കുറ്റം ചുമത്തിയതായും ഈ അന്വേഷണ സംഘം പറയുന്നുണ്ട്. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത ജൂലൈ 20 ഇതുമായി ബന്ധപ്പെട്ട കേസ് വിശദമായി പരിഗണിക്കും. ഒപ്പം തന്നെ ജംഷഡ്പൂരിലുള്ള നാഷണൽ ലബോറട്ടറിയിലും വിക്രം സാരാഭായി ലബോറട്ടറിയിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നു വരികയാണ്. പരിശോധന ഫലം ഉടൻ തന്നെ ലഭ്യമാകുമെന്നും അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ ഭാഗമായി അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കുന്നുണ്ട്. തീർച്ചയായും എന്തായാലും SITയുടെ ഒരു നിർണായക നീക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. ഇതുവരെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള 2 കേസുകളായിരുന്നെങ്കിൽ മൂന്നാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അത് വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അത് മറ്റൊരു ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഡാനി പോൾ കൂടി ചേരുകയാണ്. ഡാനി, നിർണായകമായ നീക്കം SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. PS പ്രശാന്ത് കൂടി ഉൾപ്പെടുന്നു. ഒപ്പം 2 ഭരണസമിതികളും പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് 2025 നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SIT നീക്കം നടത്തുന്നത്? രേണുക, SITയുടെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശങ്ങളിലേക്ക് അടക്കം ഇക്കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് CPMന്റെ മറ്റൊരു ഭരണസമിതി കൂടി, CPM കാലത്തുണ്ടായിരുന്ന മറ്റൊരു ഭരണസമിതി കൂടി ഇതിൻ്റെ ഒരു പ്രതിപട്ടികയിലേക്ക് വരുന്നു. PS പ്രശാന്ത് കൂടി വരുമ്പോൾ മറ്റൊരു ഭരണസമിതി, മറ്റൊരു കാലയളവ് കൂടി ഇതിലേക്ക് വരുന്നു എന്നതാണ്. അപ്പോൾ കൂടുതലായും ഇതിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ കുറേയധികം തെളിവുകളിലേക്ക് പോകാനായിട്ട് SITയുടെ അന്വേഷണത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം അതിൽ ഓരോ കാര്യങ്ങളും ഇതിൽ അക്കമിട്ട് നിരത്തുന്നു. കാരണം ശബരിമല ദ്വാരപാലക സ്വർണ്ണക്കേസിൽ ഈ 7 പേരുടെ പ്രതിപട്ടികയിൽ നേരത്തെ CN പ്രകാശ പറഞ്ഞതുപോലെ 7 പേരുടെയും പങ്ക് തെളിയിക്കുന്നതായ സുശക്തമായ തെളിവുകൾ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് SIT ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തത്. പ്രതികൾ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. ക്രിമിനൽ ബുദ്ധിയോടുകൂടി തന്നെയാണ്, അത്തരമൊരു ഗൂഢാലോചന തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആസൂത്രണങ്ങളെല്ലാം തന്നെ ഇവർ ഈ
ഇക്കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതാണ്. 2019 യഥാർത്ഥ സ്വർണ്ണ കവചം നീക്കം ചെയ്ത ബാക്കി സ്വർണം തട്ടിയെടുത്തതായും അത് മറച്ചുവെക്കാൻ 2023 വീണ്ടും ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന പേരിൽ ദ്വാരപാലകരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയതായും SIT ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഈ കാലയളവിൽ അത്രയും ഈ ക്രിമിനൽ സംഘങ്ങൾ കൃത്യമായ രീതിയിലുള്ള ഒരു ആസൂത്രണത്തോടെ പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇക്കാര്യങ്ങളിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 9 പേരുടെ കൂടി വിവിധ തസ്തികകളിൽ ആ കാലയളവിലുണ്ടായിരുന്ന മറ്റ് 9 പേരുടെ കൂടി ആ പങ്ക് കൂടി സംശയിക്കപ്പെടുന്നുണ്ട്. അവരെ കൂടി അന്വേഷണത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൂടി വ്യക്തമായ രീതിയിലേക്ക് അന്വേഷണം നടത്തണമെന്ന് പറയുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത് കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഇവരെ പ്രതിപ്പട്ടികയിലേക്ക് ചേർക്കാൻ ഒട്ടും മടി കാണിക്കേണ്ടതില്ല. ഇവർ ആ പ്രതികൾ തന്നെയാണെങ്കിൽ ആ രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. വിദഗ്ധ പരിശോധന റിപ്പോർട്ട് അടക്കം ഇക്കാര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കി കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ബോർഡ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകർ എന്നതിന് പകരം ചെമ്പ് പ്ലേറ്റുകൾ എന്ന് രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തു. അതെല്ലാം കൃത്യമായ ആസൂത്രണത്തോടെയാണ്, കൃത്യമായ ഗൂഢാലോചനയോടെയാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് മാത്രമെന്നത് ഇതിൽ പങ്ക് എന്ന് പറഞ്ഞു പോകാനാവില്ല. ഒരു കൂട്ടുത്തരവാദിത്തം ഇത്തരം കാര്യങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അവരുടെ പങ്ക് വിവിധ തലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നു. ദേവസ്വം ബെഞ്ചിൻ്റെതാണ് ഈ നിഗമനങ്ങളും നീക്കങ്ങളും എല്ലാം തന്നെ വരുന്നത്. അതുകൊണ്ട് SITയോട് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ അടുത്ത തവണ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ നേരത്തെ ഈ സംശയിക്കപ്പെടുന്നവർ എന്ന് പറയുന്ന ആളുകൾ ഇവരുടെ കൂടിയുള്ള ഒരു പങ്ക് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ അവരുടെ പങ്ക് കണ്ടെത്തി മറ്റ് അന്തിമമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മുൻ ബോർഡ് അംഗം സുന്ദരേശൻ, സെക്രട്ടറി ബിന്ദു, മഹേഷ് മോഹനർ, സുനില, OG ബിജു, ശ്രീനിവാസ, ഹേമന്ത്, പാണ്ഡുരംഗ നാഗഗോവർദ്ധൻ, അദ്ദേഹം സ്വർണ്ണ വ്യാപാരിയാണ്, VS രാജേന്ദ്ര പ്രസാദ് എന്നിവരെയാണ് ഇത്തരം ഈ സംശയാസ്പദമായ ഒരു സാഹചര്യങ്ങളിൽ നിലവിലുള്ളത്. ഇവർക്കെതിരായ കൂടിയുള്ള അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദഗ്ധ പരിശോധനാ റിപ്പോർട്ടുകൾ അടക്കം ലഭ്യമാകാനുണ്ട്. അത് വിവിധ ലാബുകളിലെ നാഷണൽ ലാബുകളിലേക്ക് അയച്ചതാണ്. അതിൻ്റെ കൂടി ഫലം കൂടി വരാനുണ്ട്. ഇതിനുശേഷമായിരിക്കും ഇതൊരു അന്വേഷണത്തിൻ്റെ അതൊരു പൂർണ്ണ തോതിൽ എത്തുക എന്നത് പറഞ്ഞിരിക്കുന്നത്. 2025 ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണമെങ്കിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന ഒരു നിർദ്ദേശമടക്കം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഏതായാലും ഇത് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിലുള്ള ഈ പ്രതിപട്ടിക അതോടൊപ്പം തന്നെ സംശയിക്കപ്പെടുന്നവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിവിധ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന രീതിയിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുക, ഇതിലിപ്പോൾ ഈ കഴിഞ്ഞ കാലയളവിൽ ആസൂത്രിതമായ ഒരു സ്വർണ്ണ കവർച്ച തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നു എന്നത് അക്കമിട്ട് നിരത്തുന്നതാണ്, കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ് SITയുടെ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും ആ ഗൗരവം അതിനുണ്ട്. ഡാനിപ്പോൾ നോക്കൂ, ഇതിപ്പോൾ 3 ഭരണസമിതികൾ LDF കാലത്തേത് ആരോപണ നിഴലിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഭരണസമിതിയും അതിൽ പെടുന്നു. ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം അതീവ ഗൗരവമാണ്. മാത്രവുമല്ല, നമുക്കറിയാം ഈ കേസിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. കോടതി തന്നെ ഈ കാലതാമസം അതുകൊണ്ട് തന്നെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇതിന്റെ അന്വേഷണ കാലയളവിൽ. ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം എന്താണ്? കൂടുതൽ സമയം SITക്ക് നൽകി കൂടുതൽ വിപുലമായ ഒരു അന്വേഷണത്തിനുള്ള നീക്കം തന്നെയാണോ നടക്കുന്നത്? കൃത്യമായ രീതിയിൽ തന്നെ, അതായത് സംശയിക്കപ്പെടുന്ന ആളുകളുടെ കൂടി പേരുവിവരങ്ങളും അവരുടെ തസ്തികകളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്ന രീതിയിലാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവരുടെ പങ്കുകൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ലാബിൽ അയച്ച റിസൾട്ടുകൾ കൂടി അതിൻ്റെ പരിശോധന ഫലം കൂടി വരാനുണ്ട്. അത്തരം ഫലം കൂടി വരുമ്പോൾ അതുകൂടി അനലൈസ് ചെയ്യണം, അതുകൂടി വിശദമായ രീതിയിലേക്ക് പരിശോധിക്കപ്പെടണം. ഇവരുടെ കാലയളവിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് പരിശോധിക്കപ്പെടണം. ഇപ്പോൾ സംശയിക്കപ്പെടുന്ന പേരുകാർക്ക് എത്രമാത്രം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഒരു
ഇൻവോൾവ്മെന്റ് അത് എത്രമാത്രം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനുശേഷം ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഒരുപക്ഷെ പ്രതിപട്ടികയിലേക്ക് ഇനിയും ആളുകൾ വന്നുകൂടായില്ല എന്ന് തന്നെയാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം 8ഓളം പേരുടെ ആ പേരുകൾ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രവുമല്ല, നിലവിലുള്ള പ്രതികൾ അവർ വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വളരെ സുപ്രധാനമായ വകുപ്പുകളാണ് അവർക്കെതിരെ അടക്കം ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം തന്നെ വീണ്ടും ഈ കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തിയേക്കാം. എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 7 പേജുകളുള്ള ഈ ഹൈക്കോടതി ഉത്തരവിൽ പ്രധാനമായും SIT പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കോടതി ഉദ്ധരിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന രീതിയിൽ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആസൂത്രിതമായ കവർച്ച ഇതിൽ നടന്നിട്ടുണ്ട് എന്നത് പറയുന്നു. പ്രത്യേകിച്ച് ഈ സ്വർണം പൂശുക എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ വ്യക്തമായ രീതിയിലുള്ള ആലോചനകൾ ഇവർ നടത്തിയിരിക്കുന്നു, ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. ഈ 40 വർഷം വാറണ്ടി എന്നതെല്ലാം തന്നെ നൽകിയിരിക്കുന്നതെല്ലാം വളരെ വ്യാജമായ രീതിയിലുള്ളതായിരുന്നത്, ചിലരുടെ ഒത്താശയോടുകൂടി മാത്രം നടന്ന കാര്യങ്ങളായിരുന്നു എന്നതടക്കം ഇതിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. രേണുക. ശരി, ഡാനിപ്പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 2019 കവർച്ചയുടെ തുടർച്ച തന്നെയാണ് 2025 നടന്നത് എന്നതാണ് SIT സംശയിക്കുന്നത്, ചൂണ്ടിക്കാട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മൂന്നാമതൊരു കേസ് കൂടി എടുക്കുന്നതും PS പ്രശാന്തിനെ പ്രതി ചേർക്കുന്നതും. എന്തായാലും വളരെ ഗൗരവതരത്തിൽ തന്നെ ആ കേസിനെ കാണുന്നു. അങ്ങനെ അതിൻ്റെ അന്വേഷണം നീളുന്നു എന്നതാണ് മനസ്സിലാകുന്നത്.